ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2024 ഈ വർഷം നടന്ന കേരള SSLC എക്സാം റിസൾട്ട് മെയ് 8-ാം തീയതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഈ വർഷം നടന്ന നമ്മുടെ കേരള SSLC എക്സാം റിസൾട്ട് ഓൺലൈനിലായിട്ട് എങ്ങനെ ചെക്ക് ചെയ്ത് അറിയാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ SSLC വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് SSLC വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം പുതിയ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിന് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഗവൺമെൻറ് വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ വെബ്സൈറ്റിൽ നിന്ന് എക്സാംസിൻ്റെ SSLC exam.kerala.gov.in എന്ന വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിൽ ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ രജിസ്റ്റർ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ SSLC എക്സാം രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തൊട്ടപ്പുറം കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന വ്യൂ റിസൾട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതുപോലെ നമ്മുടെ ഈ വർഷം നടന്ന കേരള SSLC എക്സാം റിസൾട്ട് വരും. ഇവിടെ നമുക്ക് ഈ വർഷം നടന്ന കേരള SSLC എക്സാം റിസൾട്ട് ചെക്ക് ചെയ്ത് അറിയാം. അതേപോലെ കേരള results.nic.in എന്ന വെബ്സൈറ്റ് ലിങ്ക് ആ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇന്റർഫേസിൽ ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ രജിസ്റ്റർ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ SSLC എക്സാം രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഭാഗത്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സൈഡിൽ കാണുന്ന ഗെറ്റ് റിസൾട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതുപോലെ നമ്മുടെ ഈ വർഷം നടന്ന കേരള SSLC എക്സാം റിസൾട്ട് വരും. ഇവിടുന്ന് നമുക്ക് ഈ വർഷം നടന്ന കേരള SSLC എക്സാം റിസൾട്ട് ചെക്ക് ചെയ്ത് അറിയാം. ഇനി ഈ വർഷം നടന്ന കേരള SSLC സ്കൂൾ വൈസ് എക്സാം റിസൾട്ട് ചെക്ക് ചെയ്ത് അറിയാൻ ഇവിടെ സൈഡിൽ താഴെ സ്കൂൾ വൈസ് റിസൾട്ട്സ് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ നേരത്തെ തുടർന്ന് വരുന്ന പേജിൽ സ്കൂൾ കോഡ് എന്ന ഭാഗത്ത് നമ്മുടെ സ്കൂൾ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ചുവടെ കാണുന്ന ഗെറ്റ് സ്കൂൾ റിസൾട്ട്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതുപോലെ നമ്മുടെ ഈ വർഷം നടന്ന കേരള SSLC സ്കൂൾ വൈസ് എക്സാം റിസൾട്ട് വരും. ഇവിടുന്ന് നമുക്ക് ഈ വർഷം നടന്ന SSLC സ്കൂൾ വൈസ് എക്സാം റിസൾട്ട് ചെക്ക് ചെയ്ത് അറിയാം. അടുത്തത് results.kite.kerala.gov.in എന്ന വെബ്സൈറ്റ് ലിങ്ക് ആ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇന്റർഫേസിൽ ഒരു വെബ് പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ നേരത്തെ 1-2 വെബ്സൈറ്റിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മുടെ ഈ വർഷം നടന്ന കേരള SSLC എക്സാം റിസൾട്ടും നമ്മുടെ SSLC സ്കൂൾ വൈസ് എക്സാം റിസൾട്ടും ചെക്ക് ചെയ്ത് അറിയാം. അതും നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ വർഷം നടന്ന കേരള SSLC എക്സാം റിസൾട്ട് ഔദ്യോഗികമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ വർഷത്തെ SSLC എക്സാം റിസൾട്ട് നേരത്തെ ഞാൻ പറഞ്ഞ 3 ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ SSLC വിദ്യാർത്ഥികൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പിന്നെ ഇത്തരം പുതിയ വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.